എൻ്റെ പേര് ബെന്നി. ഇത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് മേലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നഴ്സറിയുടെ പേര് തെക്കൻസ് ബൊഗൻവില്ല കളക്ഷൻസ്. തെക്കൻസ് അല്ലേ? ഇപ്പോൾ എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 4-5 വർഷമായി ആണല്ലേ? കൂടുതൽ ഇതിലേക്ക് മാറിയിട്ട്. മുമ്പ് പ്ലാവും മാവൊക്കെ ചെയ്തിരുന്നതാണ്. ഓ ഓ, നഴ്സറി ആയിരുന്നു അല്ലേ? ഗ്രാഫ്റ്റ് ചെയ്ത് നഴ്സറിക്കാർക്ക് കൊടുത്തിരുന്നു. ചെടി ഇപ്പോൾ ബോഗൻവില്ല മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇപ്പോൾ ബോഗൻവില്ല 2-3 വർഷം ബോഗൻവില്ല മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓ, എന്താണ് ഈ ബോഗൻവില്ലയിലേക്ക് ഇത്ര ഒരു താല്പര്യം വരാൻ കാരണം? കുറച്ചും കൂടിയും എളുപ്പമാണ് ജോലി, മറ്റേതിന് അത്രയ്ക്കും ബെനിഫിറ്റ്സും ഇതിൽ തന്നെയാണ്. ഓ ശരി. നമുക്കിതിപ്പോൾ ഓൾ കേരളയൊക്കെ സെയിലുണ്ടോ? ഒരു ആൾക്കാർക്ക് വരുന്നുണ്ട്. ആണല്ലേ? ഇത്രയും വലിപ്പമുള്ള ചെടികളാണോ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്? പല വലിപ്പത്തിൽ കൊടുക്കാറുണ്ട്. ചെറിയ തൈകളൊക്കെ കഴിഞ്ഞു. ഇവിടെ പെരുന്നാളായിരുന്നു കഴിഞ്ഞ ആഴ്ച. സെയിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെടികളായിട്ടാണെങ്കിലും കൊടുക്കാമല്ലോ നമുക്ക്? എങ്ങനെ വേണമെങ്കിലും കൊടുക്കാറുണ്ട്. അല്ല, നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ നമുക്ക്? കുറച്ചേ ഉള്ളൂ. ഇനി 2 ആഴ്ച കഴിയുമ്പോഴൊക്കെ ആവും. ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഓ ശരി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും പ്ലാന്റ്സ്? ഏകദേശം ഒക്കെ ഞാൻ ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. എന്നാലും 10-50 വെറൈറ്റി ഒക്കെ ഉണ്ടാവായിരിക്കാം. 50-ലധികം ഉണ്ടല്ലേ? ഉണ്ടാവും. ഞാൻ കൃത്യം ചെണ്ടി നോക്കിയിട്ടില്ല. ഒരു ഇറങ്ങുന്നതൊക്കെ ഞാൻ പരമാവധി വേഗത്തിൽ കളക്ട് ചെയ്യാറുണ്ട്. ഓ, ഈ അടുത്ത് നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലോ. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനെയാണ്. നല്ല ചെടിയാണ്. ഇത് സെയിലിനുള്ളത് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഒരാൾക്ക് ഹൈറ്റ് ഉള്ളതാണ്. വലിയ പ്ലാന്റ് കൊടുക്കാനുള്ളതാണ്? കൊടുക്കും. ഏത് പ്ലാന്റ് കൊടുക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. ഇത് മിസ് വേൾഡ് നിറച്ച് പൂക്കണ ഒരു ഐറ്റാണ്. വേറൊരു പേരുണ്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് മിസ് വേൾഡ് എന്നാണ്. ഞാനിത് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളാണ്. ഇത് ഫസ്റ്റ് കളക്ട് ചെയ്ത ചെടികളിലുള്ളതാണ്. ഈ പരിപാടി നഴ്സറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇത് വർഷം പഴക്കമുള്ള പ്ലാന്റാണത്. ഇതും അതിൻ്റെ ഒരു ഇത് തന്നെയാണ്, മിസ് വേൾഡ് തന്നെയാണ്. ഇത് സക്കൂറയാണ്, സക്കൂറ ബെല്ലാച്ചാണ്. ഇത് വൈറ്റ് പാന്തറാണ്. അത്യാവശ്യം ഡിമാൻഡുള്ള ചെടിയാണ്. ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള പിങ്ക് പാന്തർ. അത്യാവശ്യം വലിയ റൂട്ട് സ്റ്റോക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സെയിലായിട്ടുള്ളത് തന്നെയാണ്. ഇത് ഗോൾഡൻ ബ്രിസാർഡാണ്. ഈ ബ്രിസാർഡിൻ്റെ പുതിയൊരു വെറൈറ്റിയാണ്. പൂവ് ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ലീഫൊക്കെ നല്ല ഭംഗിയാണ്. ഗോൾഡൻ പെട്രോളിൻ്റെ പോലത്തെ ഒരു കളറൊക്കെയാണ് ലീഫ്. ബ്രിസാപ്പീച്ചാണ്. ഇതിൽ പഴക്കമുള്ള പ്ലാന്റാണ്. ഒരു 5-8 വർഷമൊക്കെ പഴക്കമുള്ള എൻ്റെ ആദ്യകാലത്ത് കളക്ട് ചെയ്ത പ്ലാന്റുകളിൽ ഒന്നാണ്. ഗോൾഡൻ ബട്ടർ കപ്പ് പുതിയൊരു അനാണ് കേട്ടോ. പൂവിങ്ങനെ ആയി വരണേ ഉള്ളൂ. കട്ടിങ്സ് എടുത്ത് തരുന്നതുകൊണ്ടാണ് കേട്ടോ പൂവായി വരണുള്ളൂ. പുതിയ അനാണ് ഇത്. കുറച്ച് ഭംഗിയുള്ള ഐറ്റം. ലീഫൊക്കെ നല്ല ഗോൾഡൻ കളറാണ്. അലങ്കാര ചെടിയായിട്ടും ഉപയോഗിക്കാം അല്ലേ? പിന്നെ ഇത് ബട്ടർ കപ്പ്. ഇതിലേക്ക് മുമ്പേ വന്ന ഒരു അനാണ്. അപ്പം അതിൻ്റെയാണ് ഇപ്പോൾ ഗോൾഡൻ വന്നതാണിത്. ഇത് ബട്ടർ കപ്പ്. ഇത് അഡറിനെയാണ്. കുറച്ച് നല്ലൊരു വെറൈറ്റിയാണ്. ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇത്. അത്യാവശ്യം അതിൻ്റെ ഒരു കളർ വേരിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെടി തന്നെ വേരിയേറ്റഡ് കളറായിട്ടുള്ളതുകൊണ്ട് ആൾക്കാർക്ക് താല്പര്യമുള്ള ചെടിയാണ്. കാണുമ്പോൾ തയ്യണെങ്കിൽ ആൾക്കാർ ചോദിക്കാം. ഇത് ഫാത്തിമ. ഇപ്പം ഇങ്ങനെ കുറച്ചുകൂടി കളർ വരും. ഇതേ ഷെഡിൻ്റെ അകത്തായതുകൊണ്ടാണ് കളർ കുറവ് കേട്ടോ. കുറച്ചുകൂടി കളർ ഉണ്ടാവും. ഇതിന് നിറച്ച് പൂക്കും. ഇതിട്ട് ഇതിപ്പോൾ ഹൈറ്റ് വയ്ക്കില്ല. ഇല്ല, ഒരു ബുഷി പ്ലാന്റ് ആണ്. ഇതിൻ്റെ യെല്ലോയും ഉണ്ട്. ഇത് ട്രൈ കളർ വെരിഗേറ്റഡാണ്. നന്നായിട്ട് പൂക്കണ ചെടിയാണ്. സീസൺ അല്ലാണ്ട് ഇത് പൂത്ത് കാണാറുണ്ട്. അത്യാവശ്യം ഫുൾ ടൈം പൂവ്. ഏകദേശം വർഷം മുഴുവൻ പൂക്കാറുണ്ട് ഈ ചെടി. എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഫ്ലെയിം വെരിഗേറ്റഡ് കേട്ടോ. നിറച്ച് പൂക്കും. ചിലർ പറഞ്ഞ് പൂ കുറവാണ്. പക്ഷേ ഇതിൽ ഒരു പൂ കുറവില്ല. നന്നായിട്ട് നിറച്ച് പൂക്കാറുണ്ട്. ഇത് അത്യാവശ്യം നല്ല റൂട്ട് സ്റ്റോക്കുമ്പോൾ ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇതൊക്കെ സൈഡിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ് ആണ് കേട്ടോ. പൂവിനായി വരണുള്ളൂ. ഒരു പ്ലാന്റ് കൊടുത്തു ഞാൻ. നിറച്ച് പൂവുണ്ടായ പ്ലാന്റ് പറഞ്ഞാൽ സെയിലായിപ്പോയി. നല്ല പ്ലാന്റ്, നല്ല രസമാണ് കാണാനായിട്ട്. ലീഫ് നല്ല യെല്ലോയാണ്. നല്ല പൂവാണ്. നല്ല ചെടിയാണ്. നല്ല പ്ലാന്റാണ്. ഇത് ലോലയാണ്. നിറച്ച് പൂക്കണ ചെടിയാണ് കേട്ടോ. ഇത് നമുക്ക് വലിയ ഇതുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ സൈഡിലുള്ളത് തന്നെയാണ്. ഇതിനകത്തെ കുറച്ച് പ്ലാന്റ് വേറെ ഉണ്ട് ഇവിടെ. കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അധികം കുറച്ച് സെയിൽ ചെയ്തിട്ടുള്ള ചെടിയാണ് ഇവിടെ ഈ വർഷം. കുറച്ച് ബുഷി ടൈപ്പായിട്ട് വരും. ബുഷി പ്ലാന്റ് ആണ്. നല്ല രസമാണ്. നല്ല ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടികളിൽ ഒന്നാണ് ഇത്. ഇത് റെഡ് സെപ്റ്റംബറാണ്. ഇതൊക്കെ പഴക്കമുള്ള ചെടിയാണ്. പക്ഷേ അത് ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റുകളിൽ പെട്ട ഒന്നാണ്. ഇത് മാജിക് ഐസ്ക്രീം. മിസ് വേൾഡിൻ്റെ പൂ പോലെയൊക്കെ ഒരു ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. നല്ല ചെടിയാണ്. കുഴപ്പമില്ല. അത്യാവശ്യം നിറച്ച് പൂക്കുന്നതാണ്. ഇത് ആൾക്കാർ വന്ന് പെട്ടെന്ന് വരുന്നവർ വാങ്ങുന്നൊരു ചെടിയാണ്.
സെയിം പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ പൂവ് പിങ്കും വൈറ്റും ചെറിയൊരു ഡിഫറെൻറ്റ് കളർ ചേഞ്ച് ചെറുതായിട്ടൊക്കെ വരുന്ന പ്ലാന്റാണ്. ലീഫും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് സാൻഡംബാറ്റിക്, നിറച്ച് പൂക്കൂട്ട, നന്നായിട്ട് പൂവുണ്ടാവുന്ന ചെടി. ബുഷി പ്ലാന്റിൽ ബുഷി ഇതിൽ പെട്ടതാണ്. അത് മുള്ളും അങ്ങനെ ഒന്നും ഇല്ല അതിന്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്ലാന്റാണ്. ഇത് കയാട്ട മജന്തിയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ചെടിയാണ്. കയാട്ട ഓക്കെ. ഇത് ബ്രിസാർഡ് കേട്ടോ. ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ്. നല്ല സെയിലുള്ള ചെടിയാണ്. ഇതൊക്കെയും കൊടുക്കൂട്ടാ, വേണമെങ്കിൽ മേടിക്കാം. നല്ല റൂട്ട്സോകൾ ചെയ്തതാണ്. നല്ല കളറാണ്. ഈ വർഷം നല്ല കളറായിരുന്നു ചെടിക്ക്. നല്ല വെയിലൊക്കെ കിട്ടിയോണ്ടായിരിക്കണം. ഇത് ബ്രിസയുടെ തന്നെ വേറെ വെറൈറ്റിയാണ്. ബ്രിസ മജന്ത, നിറച്ച് പൂവുണ്ടാവും ബ്രിസ മജന്തയിൽ. ഇത് ബ്രിസ പിങ്കുമാണ്. ഇത് ചില്ലി വൈറ്റ് കേട്ടോ. ചില്ലി ഐസ്ക്രീമിൻ്റെ തന്നെ ഇത് തന്നെയാണത്. അല്ല പിങ്ക് ഷെയ്ഡ് ഇല്ല എന്നുള്ളൂ. നിറച്ച് പൂക്കണതാണ്. നല്ല ചെടി. അത്യാവശ്യം ആൾക്കാർ ഇഷ്ടമുള്ള ചെടിയാണ്. പ്ലാന്റാണ്. ഇത് മാജിക് ഐസ്ക്രീമിൻ്റെ വേറെ പ്ലാന്റ് തന്നെ ഉണ്ടോ. നല്ല ചെടിയാണത്. നല്ലതായിട്ട് നിറച്ച് പൂക്കും. നല്ല ഹൈറ്റിൽ പോകുന്നു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്താം. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല മൂവിങ് ഉള്ളൊരു വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുണ്ടായി ഈ വർഷം. ഇത് പൂത്ത് കണ്ട ആരും മേടിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. തൈ പ്ലാന്റ് ഉണ്ട്, ചോദിക്കാറുണ്ട്. ഇത് ഫോക്സ് റെഡാണ്. നല്ല ഹൈറ്റിൽ പോകൂല്ലേ. അത് വല്ലാണ്ട് അങ്ങനെ പോകണതല്ല. നമുക്ക് വേണമെങ്കിൽ അത് പ്രൂൺ ചെയ്ത് നിർത്താം. ഫ്ലവർ ഉണ്ടാവും. നന്നായി ഫ്ലവർ ഇങ്ങനെ പ്ലാന്റാണ്. സെൻഡായ ഓറഞ്ചാണ്. നന്നായി പൂക്കണ ചെടി ഒരു എല്ലാം തന്നെയാണ്. ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. ഹാങ്ങിങ്ങിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നിറച്ച് പൂക്കുന്ന ഒരു ഇത്തിരി പഴയ വെറൈറ്റിയാണ്. ഇവിടെ ഷെഡിൻ്റെ അകത്തായതുകൊണ്ട് പൂ കുറവ് കിട്ടാം. എനിക്ക് പുറത്ത് വയ്ക്കാൻ സ്ഥലമില്ല. സ്ഥലപരിമിതി കുറച്ചധികം ഉണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിറച്ച് പൂക്കണതാണ്. അതെല്ലാം കാണാണ്ട് ബുക്കും. അതിൽ തന്നെ ഒരു വേരുമ ഗ്രാഫ്റ്റ് ചെയ്താണ് ആയിരിക്കുന്നത്. ലീഫ് നല്ല രസമല്ലേ. നല്ല ചെടിയാണ്. നല്ല ചെടി. നല്ല വെയിലത്ത് വെക്കണം. ഇത് വെയിലിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ. ഇതൊരു 5 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. ഞാനൊരു വേരുമ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. കണ്ടോ, ഇതിലൊരു വശം ഉണങ്ങിപ്പോയതാണ്. എന്നാലും വരെ ചെയ്ത് നോക്കിയപ്പോൾ പിടിച്ചു വന്നു. അപ്പം ഞാൻ നിർത്തിയതാണ്. 5 വർഷം കൂടി ഉണ്ട് ആള്. 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായി ഇത് ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എൻ്റെ കളക്ഷനിലുള്ള സാധനം. ഞാൻ കൊടുത്തിട്ടില്ല. ആൾക്കാർ ചോദിച്ചിട്ട് ഇതുവരെ. അതിൻ്റെ താല്പര്യം കൊണ്ട് നിർത്തിയ ചെടിയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കൊടുക്കാണ്ടാണത്. ഇത് അതിൻ്റെ തന്നെ വെറൈറ്റിയാണ്. മിസ് ഹോളണ്ട് എന്ന് പറയും. സ്പോട്ടഡ് ഒരു ഇത് സ്പോട്ടുകളുണ്ട്. ഇതും കുഴപ്പമില്ല. നന്നായിട്ട് പൂക്കണ ചെടിയാണ്. ഇത് ഗോൾഡൻ ബീച്ച് കേട്ടോ. നല്ല പ്ലാന്റാണ്. നന്നായി പൂക്കണ ചെടിയാണ്. ഇതും സെയിലിനുള്ളത് തന്നെയല്ല. പിന്നെ ചേട്ടാ, നമ്മളിപ്പോൾ ബോഗൺവില്ല കൊണ്ടുപോകുമ്പോഴേ എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിചരണം, അത് വെക്കേണ്ട സ്ഥലമൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഒരു കുറച്ച് കാര്യമായിട്ടൊന്നും പറയുമോ? അത് എപ്പോഴും ചെടി വീണ് കൊണ്ടുപോകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ ചട്ടിക്ക് മാറ്റാണ്ട് അതിൻ്റെ നെക്സ്റ്റ് സൈസിലേക്ക് മാറ്റുക. ഒരുപാട് വലിയ പോട്ടിലേക്ക് വെക്കരുത്. പിന്നെ മണൽ, ചാണകപ്പൊടി, അതൊരു മണൽ അല്ലെങ്കിൽ അതിന് ഉമ്മി എന്തെങ്കിലും വേണം അതിൻ്റെ കൂടെ. മണ്ണ് കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കാനായിട്ട് മണലോ അല്ലെങ്കിൽ ഉമ്മി ചേർക്കുക. ഒരു 60-40% തുടക്കത്തിൽ ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ചേർത്ത് വയ്ക്കുക. പൂത്ത് തുടങ്ങി പിന്നെ അങ്ങനത്തെ വളങ്ങൾ ചേർക്കരുത്. പിന്നെ NPK എന്തെങ്കിലും ആഡ് ചെയ്യുക, DAP അങ്ങനെയൊക്കെ ചേർക്കുക. പിന്നെ നല്ല സൂര്യപ്രകാശം വേണം. എന്നും നനയ്ക്കും വേണം. നനയ്ക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ എന്നും നനയ്ക്കാറുണ്ട്. നന്നായിട്ട് നനയ്ക്കും രാവിലെ. സൂര്യപ്രകാശം മസ്റ്റാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. നന്നായി നനയ്ക്കും വേണം. ഞാൻ എന്നും നനയ്ക്കും. പലരും പറയാറുണ്ട് നനയ്ക്കേണ്ടത്, പക്ഷെ നനയ്ക്കണം. എന്നിട്ട് കുറച്ചുള്ള പൂക്കളൊക്കെ മതി. പിന്നെ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ഈ സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? സെയിൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് വരുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഈ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഏകദേശം വളരെ അപൂർവമായിട്ടൊക്കെ പണിക്കാരെ വെക്കാറുള്ളൂ മണ്ണ് നിറയ്ക്കാനൊക്കെ. അപ്പോൾ എനിക്ക് ജോലി ചെയ്യണ നേരം കൊണ്ട് പാക്ക് ചെയ്യാനൊക്കെ സമയം കുറവായി. നേരിട്ട് വരാൻ കൊടുക്കാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ. പിന്നെ പെറ്റ്സിന് വേണ്ടിയിൽ ഇത്തിരി വലിയ പ്ലാന്റൊക്കെ ഞാൻ കയറ്റി അയക്കാറുണ്ട്. തീരെ ചെറുതയക്കാൻ ഒരുപാട് സമയം വേണം. ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല ഓൺലൈൻ സെയിൽ. നമ്മുടെ ഇവിടെ വന്ന് ചെടികൾ ഇഷ്ടപ്പെട്ട് വാങ്ങാം. അതെനിക്ക് താല്പര്യം. പിന്നെ അതിൻ്റെ പരാതി കേൾക്കണ്ടല്ലോ. കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടായി പിന്നെ നമ്മളത് പരാതി പറയൂല.
അതുപോലെ തന്നെ വിളിക്കുന്ന കോളുകൾ പരമാവധി അറ്റൻഡ് ചെയ്യാറുണ്ട്. മെസ്സേജുകൾ കൂടുതലും എടുക്കാൻ പറ്റാറില്ല, കാരണം ഒരുപാട് മെസ്സേജ് വരും. ഈ ജോലി ഉള്ളതുകൊണ്ട് രാത്രി ഒരു 4 പേരെ പണിയെടുത്താണ് തീർക്കണത്. അപ്പം അതുകൊണ്ടാണ് ഒന്നും വിഷമം വിചാരിക്കരുത് ആരും കേട്ടോ. ഞാൻ പരമാവധിയൊക്കെ തിരിച്ച് മെസ്സേജ് അയക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ജോലി ഇത്ര ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർക്ക് പരമാവധി നേരിട്ട് വരിക. അതാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുക, തൃപ്തി വരിക. ഓക്കെ ബിനി ചേട്ടാ, താങ്ക് യു. ശരി. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.